മുന്നത്തെ എൻ്റെ ഒരു ലോങ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മൈൽഡ്യൂ ബാധിച്ച കുറച്ച് പ്ലാന്റ്സിൻ്റെ അപ്ഡേഷൻസ് കേട്ടോ. അന്ന് ഞാൻ എല്ലാ പ്ലാന്റ്സിനെയും കുറേ നശിപ്പിക്കുകയുണ്ടായി കേട്ടോ. പരീക്ഷണാർത്ഥം കുറച്ച് പ്ലാന്റ്സിനെ മാറ്റി വെച്ചെന്നാണ് കേട്ടോ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി മൈൽഡ്യൂ ബാധിച്ച പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും കേട്ടോ. മാക്സിമം കൺട്രോൾ ചെയ്യാൻ പറ്റും. സിംഗിൾ പെറ്റൽ ബാൽസ് ആണ് കേട്ടോ. നമ്മുടെ ഡബിൾ ഷെയ്ഡാണ്, ഒരു വയലറ്റും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. കണ്ടില്ല, മുകൾ ഭാഗമൊക്കെ മൈൽഡ്യൂ വന്നിട്ട് ലീവ്സൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് പോയി തുടങ്ങിയിട്ടുണ്ട്. മൈൽഡ്യൂ ബാധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മ് മാത്രം ഉണ്ടാവും, അതിൻ്റെ ലീവ്സ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു രോഗം നശിപ്പിച്ച് കളയും. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കംപ്ലീറ്റ് ലീവ്സിനെയും ആദ്യം നമ്മൾ എടുത്ത് കളയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ ലീഫായിട്ട് എടുത്ത് കളയാം. ഞാനിപ്പോൾ ഇത് ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഗ്രോ ചെയ്ത് വരുമ്പോൾ നല്ല ബുഷായിട്ട് പ്ലാന്റ്സ് വരും കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിനകത്തുള്ളിലുള്ള മണ്ണും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതുപോലെ എടുത്ത് മാറ്റുന്നുണ്ട്. കാരണം മൈൽഡ്യൂ വരുന്നത് ഒത്തിരി ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുമ്പോഴും അങ്ങനെ വരാറുണ്ട്. എന്നിട്ട് ഞാനൊരു പെസ്റ്റിസൈഡ് കൊടുക്കുകയാണ് കേട്ടോ. മൈൽഡ്യൂവിനെതിരെയായിട്ടുള്ളൊരു പെസ്റ്റിസൈഡ് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്യണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കട്ടിങ്സിൻ്റെ എൻഡിൽ സാഫ് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, വെള്ളം കൊടുക്കുന്നത് കൺട്രോൾ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ചൂട് സമയമല്ല, അപ്പോൾ നമ്മൾ ഒത്തിരിയും സാഫും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, അല്ലാണ്ട് ചെയ്യുകയാണ്. അപ്പോൾ മൈൽഡ്യൂ എന്താണെന്ന് ഈ ലീവ്സ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അങ്ങനെ അത് നമ്മൾ കുറച്ച് ഭാഗം അങ്ങനെ മാറ്റി വെച്ചേക്കട്ടെ, കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ മാറ്റി വയ്ക്കാം. ഇതങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൽ 1-2 ലീവ്സിലൊക്കെ അങ്ങുമൊക്കെ മൈൽഡ്യൂ വന്നിട്ടുണ്ട്. മൈൽഡ്യൂക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ പ്ലാന്റ്സിനെ നിരീക്ഷിച്ച് കൊണ്ടേയിരിക്കണം. അപ്പോൾ കുറച്ച് ലീവ്സിന് മാത്രമേ കംപ്ലയിൻ്റ് ഉള്ളൂ. അപ്പോൾ അതിനെ മാത്രം ഞാൻ റിമൂവ് ചെയ്തിട്ട് ഇതിനും പെസ്റ്റിസൈഡ് കൊടുക്കുകയാണ് കേട്ടോ. മൈൽഡ്യൂവിന് ഏറ്റവും നല്ല പെസ്റ്റിസൈഡ് ഏതാണെന്ന് വെച്ചാൽ സൾഫേറ്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫംഗിസൈഡ് കൊടുക്കണം കേട്ടോ. പെസ്റ്റിസൈഡല്ല, ഞാൻ വിട്ടുപോയതാണ്, ഫംഗിസൈഡാണ് കേട്ടോ. സൾഫേറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള ഫംഗിസൈഡ് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഡബിൾ പെറ്റൽ ബാൾസാണ് കേട്ടോ. ഇതുപോലെ മൈൽഡ്യൂ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇതുപോലെ ബുഷാക്കി എടുത്തിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫ്ലവേഴ്സ് തന്നെ ഈ ഒരു പ്ലാന്റിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ കെയറും ഒക്കെ നല്ലതുപോലെ കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് വളരുള്ളൂ കേട്ടോ. എൻ്റെ കുറച്ച് ശ്രദ്ധക്കുറവ് മൂലമാണ് ഈ ഒരു രോഗം ഈ ഒരു പ്ലാന്റ്സിലൊക്കെ പടർന്ന് പിടിച്ചത്. ഇപ്പോൾ ഒരുവിധം കൺട്രോളായി വരുന്നുണ്ട്. എന്നാലും നമുക്ക് പൂർണ്ണമായും ഈ ഒരു രോഗത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. എന്നാലും മാക്സിമം കൺട്രോൾ ആയിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ്സിൽ നിന്നൊക്കെ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ നമ്മൾ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഡബിൾ പെറ്റൽസിൻ്റെ സെയിൽ വീഡിയോ അനൗൺസ് ചെയ്യാത്തത്. കാരണം ഒരു 30ഓളം ഷെയ്ഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിപ്പോൾ സെയിൽ ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. മാക്സിമം നമ്മളിതെല്ലാം കൺട്രോൾ ചെയ്തിട്ട് മാത്രമായിരിക്കും പ്ലാന്റ്സിനെ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഒന്നുകൊണ്ടും നമ്മളിൽ നിന്ന് കട്ടിങ്സ് വാങ്ങിക്കുന്ന ആൾക്കാർ പേടിക്കേണ്ട കേട്ടോ. നമ്മളിത് വീഡിയോയിലൂടെ ഓപ്പണായിട്ട് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കാണിക്കാതെ ഒത്തിരിയും പേഴ്സ് നമുക്ക് കട്ടിങ്സ് സപ്ലൈ ചെയ്യുമ്പോൾ അവരിൽ നിന്നാണ് ഈ രോഗം നമ്മുടെ പ്ലാന്റ്സിൽ സ്പ്രെഡായി വരുന്നത് കേട്ടോ. ഈ ഒരു പ്ലാന്റ്സിൻ്റെ സെയിൽ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു പാഷൻ്റെ പുറത്താണ്. എനിക്കിഷ്ടമാണ് പ്ലാന്റ്സ് വളർത്താനായിട്ട്. ആ ഒരു ഇഷ്ടത്തിൻ്റെ പേരിലാണ് പ്ലാന്റ്സ് സെയിലും കൂടി ചെയ്യുന്നത് കേട്ടോ. നല്ല നല്ല കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ മിനിയേച്ചറിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ. കുറച്ച് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യേണ്ടതുണ്ട്. വെയിലും കാര്യങ്ങളൊക്കെ മാറി വരുന്നതുകൊണ്ട് നമ്മൾ ആ പ്ലാന്റ്സൊക്കെ ഇതുപോലെ ഉഷാറില്ലാതെ നിൽക്കുകയാണ് കേട്ടോ. കുഴപ്പമില്ല, നമുക്കിതിനെയൊക്കെ റെഡിയായിട്ട് എടുക്കാം. ഇതൊരു ആപ്പിൾ കത്തിരിയുടെ സീഡ്സ് ആണ് കേട്ടോ. ഇതെനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഒരു ആൻറ്റി അയച്ചു തന്നതാണ് കേട്ടോ. ഫ്രീ ആയിട്ട് അയച്ചു തന്നതാണ് ഈ ഒരു സീഡ്. അപ്പോൾ ഇതുവരെയ്ക്കും ഞാനത് പാകിയിട്ടില്ല കേട്ടോ. ഇന്ന് വേണം ഇതിനെ പാകാനായിട്ട്. അപ്പോൾ ഇതെന്തായാലും കയ്യിലെടുത്ത് വെച്ചേക്കാം. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ മിനിയേച്ചറിൻ്റെ അവസ്ഥകൾ കേട്ടോ. ഒത്തിരിയും കട്ടിങ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്യാനായിട്ട്. ഇനി നെക്സ്റ്റ് മന്ത് ആയിരിക്കും നമ്മുടെ ഈ എല്ലാ പ്ലാന്റ്സിൻ്റെയും ഒരു ഹ്യൂജ് സെയിൽ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മൾ പ്ലാന്റ്സിനെ സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത്യാവശ്യം പ്രൈസും കുറച്ചായിരിക്കും സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഒരു ഫ്ലോക്സ് ഓൺലൈനായിട്ട് കിട്ടിയൊരു അവസ്ഥയാണ് കേട്ടോ. പണി വാങ്ങും നമ്മൾ ഓൺലൈനായിട്ട് ഫ്ലോക്സ് വാങ്ങിയാലേ.